മനസ്സിലിരിപ്പ് ക്രിയേറ്റീവ് ട്രാവലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സിനിമകളെക്കുറിച്ചും അതുപോലെ തന്നെ കഥയുടെ രൂപപ്പെടലുകളെക്കുറിച്ചും അതേപോലെ തന്നെ ലളിത സംഗീത രചനാ വഴികളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് കവിത എന്ന മാധ്യമത്തിലെ ചില ലളിതമായ ഇടപെടലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനസ്സ് ഭാവസാന്ദ്രമാകുന്ന സമയത്താണ് മനോഹരമായ വികാരങ്ങൾ, വിചാരങ്ങൾ അക്ഷരരൂപം പൂണ്ടിട്ട് നമ്മുടെ ചിന്താപഥങ്ങളിലേക്ക് ഒഴുകിയെത്തുക. അങ്ങനെ ഒഴുകിയെത്തുന്ന ആ പ്രവാഹത്തെ, ആ വാക്കുകളുടെ അക്ഷരങ്ങളുടെ പ്രവാഹത്തെയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത്. ആ വാക്കുകൾ അത്രമേൽ മനോഹരമായിരിക്കും. ആ വാക്കുകളുടെ മേൽ വികാരങ്ങൾ, വിചാരങ്ങൾ, ഭാവങ്ങൾ, അലങ്കാരങ്ങൾ പോലെ ഒട്ടിച്ചേർന്നിരിക്കും. അത് ഭംഗിയായി പാടുന്ന ഒരാൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ, ഭാവനയെ ഉദാത്തമായ ഒരു ലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. എന്നാൽ ഇന്നത്തെ കാലത്ത് കവിതകൾ കേവലം പാട്ടുവഴികളുടെ, ചൊല്ലൽ വഴികളുടെ രീതികൾ സ്വീകരിക്കുന്ന ഒന്നല്ല. മറിച്ച് ആധുനിക കവിതകൾ കേവലം ഭാഷാപ്രയോഗങ്ങളുടെ കേവല വഴികൾ സ്വീകരിക്കുന്ന ഒന്നാണ്. സാധാരണ സംസാര ഭാഷയുടെ വഴികൾ സ്വീകരിക്കുന്ന ഒന്നാണ്. എന്നാൽ ആ ഓരോ പദങ്ങളും ഒളിച്ചു വെക്കുന്ന അർത്ഥവ്യാപ്തി അത്രമേൽ വലുതാണ്. കാരണം ചിന്തയിൽ സംഭവിച്ച പരിണാമം, ഭാവുകത്വങ്ങളിൽ സംഭവിച്ച പരിണാമം എല്ലാം തന്നെ ആ വരികളെ വളരെ ഷാർപ്പാക്കി മാറ്റും എന്നുള്ളതാണ് കാര്യം. എങ്കിലും കാൽപ്പനികമായ കവിതകൾക്ക്, അത് ആധുനികമായിക്കോട്ടെ പഴയതായിക്കോട്ടെ, അതിനെപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു മാധുര്യമുണ്ട്. അത്തരം കവിതകൾ ഒരു കവിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ വൈചാരിക പ്രപഞ്ചത്തിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കവിതകൾ വായിക്കുക, കേൾക്കുക എന്നെല്ലാം പറയുന്നത് പൊതുവെ ആനന്ദദായകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അപ്പം ഇതിലൊക്കെ വലിയ രൂപത്തിൽ വിജയിച്ച ഒരാളല്ല എങ്കിൽ കൂടി ഇത്തരം കാവ്യരചനാ വഴികളിൽ ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. മനസ്സിലിരിപ്പ് എന്ന പേരിൽ അത്തരത്തിൽ എഴുതിയ കവിതകളെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പേ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചാനലിന് സ്വന്തം പേരിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് പേരിടാമെന്ന ചിന്തയിൽ നിന്നാണ് മനസ്സിലിരിപ്പ് എന്ന പേര് കൊണ്ട് പുനർനാമകരണം ചെയ്യാമെന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ മുമ്പ് എഴുതിയ ഒരു കവിത എന്ന് ഞാൻ വിളിക്കുന്ന ഒന്നാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രണയ താഴ്വരയിലേക്കുള്ള സഞ്ചാരപഥം എന്നാണ് കവിതയുടെ പേര്. പ്രണയത്താഴ്വരയിലേക്ക് വഴികാട്ടിയ പക്ഷി പാടിത്തന്ന പാട്ടാണ്. പ്രണയത്താഴ്വരയിലേക്ക് വഴികാട്ടിയ പക്ഷി പാടിത്തന്ന പാട്ടാണ്. പ്രണയമല്ലാതെ മറ്റൊരു മതവും മനസ്സിലുണ്ടാവരുത്. പ്രണയം അത്രമേൽ നിർമ്മലമായി നിലനിൽക്കുന്ന ഒന്ന് മാത്രമാണ്. പ്രണയമല്ലാതെ മറ്റൊരു മതവും മനസ്സിലുണ്ടാവരുത്. പ്രണയം അത്രമേൽ നിർമ്മലമായി നിലനിൽക്കുന്ന ഒന്ന് മാത്രമാണ്. അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് ഇണയെ സ്പർശിക്കരുത്. കാമം കൊണ്ട് മുറിവേറ്റാൽ പിന്നെ പ്രണയം ആയുസറ്റു പോവും.
അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് ഇണയെ സ്പർശിക്കരുത്. കാമം കൊണ്ട് മുറിവേറ്റാൽ പിന്നെ പ്രണയം ആയുസറ്റ് പോകും. ഭേദഭാവങ്ങൾ കൊണ്ട് ഇണയെ ജയിക്കാൻ ശ്രമിക്കരുത്. ഒന്നായി പുണർന്ന് ഒന്നായി മാറുന്ന നിമിഷങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഭേദഭാവങ്ങൾ കൊണ്ട് ഇണയെ ജയിക്കാൻ ശ്രമിക്കരുത്. ഒന്നായി പുണർന്ന് ഒന്നായി മാറുന്ന നിമിഷങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അവൾ പാടിയ പാട്ട് കേട്ട് എങ്ങു നിന്നോ ആ ആൺപക്ഷി അവിടേക്ക് പറന്നിറങ്ങി. കൊക്കുരുമ്മി ശൃംഗരിച്ചു, ചിറകുകളാൽ തഴുകിപ്പുണർന്നു. വർണ്ണാഭമായ അനുരാഗത്താഴ്വരയുടെ സ്വകാര്യതയിലേക്ക് അവർ ആനന്ദപുളകിതരായി പറന്നുപോയി. വർണ്ണാഭമായ അനുരാഗത്താഴ്വരയുടെ സ്വകാര്യതയിലേക്ക് അവർ ആനന്ദപുളകിതരായി പറന്നുപോയി. നന്ദി, നമസ്കാരം.